ഹലോ സ്റ്റുഡൻസ്, മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്തിരുന്നു. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ലീനിയർ മാപ്പിംഗ്സ് എന്നുള്ള ഒരു ഡെഫിനിഷനിലാണ്. എന്താണ് ലീനിയർ മാപ്പിംഗ്സ്? ഫസ്റ്റ് ഡെഫിനിഷൻ ഒന്നുകൂടെ പറയാം. ഇഫ് വി ആൻഡ് ഡബ്ല്യു ആർ വെക്ടർ സ്പേസസ് ഓവർ ദ സെയിം ഫീൽഡ് എഫ്, ദെൻ ബൈ ലീനിയർ മാപ്പിംഗ് അല്ലെങ്കിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും, ഫ്രം വി ടു ഡബ്ല്യു വി ഷാൽ മീൻ എ മാപ്പിംഗ് എഫ് ഫ്രം വി ടു ഡബ്ല്യു സച്ച് ദാറ്റ് satisfying the two conditions. First condition is f of x plus y is equal to f of x plus f of y for all x y belongs to V. Second condition, f of lambda x is equal to lambda into f of x for all x element of vector space V and for all scalars lambda belongs to f. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വെക്ടർ സ്പേസ് വിയിൽ നിന്നും വെക്ടർ സ്പേസ് ഡബ്ല്യുവിലേക്കുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ ലീനിയർ മാപ്പിംഗ് അല്ലെങ്കിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷനെയാണ്. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എടുക്കുമ്പോൾ അത് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈയോട് സെയിം ആയിരിക്കണം. ഫോർ ഓൾ എക്സ് വൈ ബിലോങ്സ് ടു വി. എഫ് ഓഫ് ലാംഡ എക്സ് എന്ന് പറയുന്നത് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എക്സിനോട് സെയിം ആയിരിക്കണം. ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു വി ആൻഡ് ഫോർ ഓൾ സ്കെയിലാർസ് ലാംഡ ബിലോങ്സ് ടു എഫ്. സോ രണ്ടും സെയിം ഫീൽഡിലുള്ള വെക്ടർ സ്പേസുകളാണ്. വിയും ഡബ്ല്യൂയും എന്ന് പറയുന്നത് അത് വെക്ടർ സ്പേസസ് ഓവർ ദ സെയിം ഫീൽഡ് ക്യാപിറ്റൽ എഫ്. ഓക്കെ, ഇത്തരത്തിലുള്ള മാപ്പിങ്ങിനെയാണ്, ഫംഗ്ഷനെയാണ് നമ്മൾ ലീനിയർ മാപ്പിംഗ് അല്ലെങ്കിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. സോ ഹിയർ വി ഈസ് സംടൈംസ് കോൾഡ് എ ഡിപ്പാർച്ചർ സ്പേസ് ആൻഡ് ഡബ്ല്യു ഈസ് സംടൈംസ് കോൾഡ് അറൈവൽ സ്പേസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ കണ്ടു കഴിഞ്ഞു. ലീനിയർ മാപ്പിംഗ് എന്താണ്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്നുള്ളതിന് എക്സാമ്പിൾസ് ഒക്കെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 3 തന്നെ മറ്റൊരു സെക്ഷനാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് അത് മൊഡ്യൂളിൻ്റെ ഒരു പകുതിയോട് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു പോർഷനാണ്. തുടർച്ചയല്ല, ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന തുടർച്ചയായിട്ടല്ല. മൊഡ്യൂൾ 3 തന്നെ ഒരു പകുതി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സെക്ഷനാണ് മെട്രിക്സ് കണക്ഷൻ. അതാണ് ഞാൻ നെക്സ്റ്റ് എടുക്കുന്നത്. മെട്രിക്സ് കണക്ഷൻ നിങ്ങൾക്ക് PDF നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മെട്രിക്സ് കണക്ഷൻ എന്ന് പറയുന്ന ഒരു പോർഷനാണ് ഞാൻ എടുക്കുന്നത്. അതായത് നമ്മുടെ ടെക്സ്റ്റിൽ ചാപ്റ്റർ 7 ആണത് വരിക. ചാപ്റ്റർ 7 പേജ് നമ്പർ 113. അപ്പോൾ അതാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മൊഡ്യൂൾ 3 തന്നെയാണ്. മൊഡ്യൂൾ 3 മറ്റൊരു സെക്ഷനായ മെട്രിക്സ് കണക്ഷനാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് വരികയാണെങ്കിൽ മെട്രിക്സ് കണക്ഷൻ. ലെറ്റ് എഫ് ഫ്രം വി ടു ഡബ്ല്യു ബി എ ലീനിയർ മാപ്പിംഗ് ആൻഡ് സപ്പോസ് ദാറ്റ് വി ഈസ് ആൻ എം ഡയമെൻഷണൽ വെക്ടർ സ്പേസ്. വി എന്ന് പറയുന്നത് എം ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. ദാറ്റ് മീൻസ് വിയുടെ വെക്ടർ സ്പേസിൽ വിയുടെ ബേസിസിൽ എം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. ആൻഡ് ഡബ്ല്യു ഈസ് ആൻ എൻ ഡയമെൻഷണൽ വെക്ടർ സ്പേസ്. ഡബ്ല്യു എന്ന് പറയുന്ന ഒരു എൻ ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. ദാറ്റ് മീൻസ് ഡബ്ല്യു എന്ന് പറയുന്ന വെക്ടർ സ്പേസിൻ്റെ ബേസിസിൽ എൻ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. ആൻഡ് ലെറ്റ് v1, v2, small v1, small v2, etc. vm be a basis of v. So m number of elements ഉള്ള ഒരു ബേസിസ് വെക്ടർ സ്പേസ് വിയുടെ എം ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വിയുടെ ബേസിസ് ഞാൻ കൺസിഡർ ചെയ്തു. ദറ്റ് ഈസ് സ്മോൾ v1, v2, etc. vm എന്ന് പറയുന്നതാണ് വെക്ടർ സ്പേസ് വിയുടെ ഒരു ബേസിസ്. ആൻഡ് സിമിലർലി ഫോർ w we consider w1, w2, etc. wn. n dimensional vector space ആണ് w എന്ന് പറയുന്നത്. So we consider a basis of w containing n elements, that is that w1, w2, etc. wn, small w1, w2, etc. wn be a basis of w of the vector space w. Okay, then കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ രണ്ടും ഓർഡേർഡ് ബേസിസ് ആണ്. These two bases are ordered basis. Ordered basis എന്ന് ഉദ്ദേശിക്കുന്നത് ഇതേ ഉള്ളൂ. ഈ ബേസിസിലെ എലമെൻസിൻ്റെ പൊസിഷൻ ഫിക്സ് ചെയ്തിരിക്കണം. ഒരു ഫിക്സഡ് ഓർഡർ ഇതിനുണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ v1 എന്ന് പറയുന്ന ബേസിസ്
ഈ വെക്ടറിനെയാണ് നിങ്ങൾ ഈ ബേസിസിലെ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നതെങ്കിൽ ത്രൂ ഔട്ട് ഈ ഒരു പ്രൊസീജിയർ കഴിയുന്നിടം വരെ നിങ്ങൾ ബേസിസ് വെക്ടർ സ്പേസ് വിയുടെ ബേസിസിലെ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് V1 തന്നെ ചൂസ് ചെയ്യണം. അത് ഫിക്സ് ചെയ്തിരിക്കണം, അത് ഫിക്സ് ചെയ്യുക. അതേപോലെ തന്നെ V2 ആണ് ഈ ബേസിസിലെ സെക്കൻഡ് എലമെൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നതെങ്കിൽ V2 തന്നെ ആയിരിക്കണം ഈ വെക്ടർ സ്പേസ് വിയുടെ ബേസിസിലെ സെക്കൻഡ് എലമെൻ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡബ്ല്യൂയിലേക്ക് വരുമ്പോൾ ഡബ്ല്യുവിൻ്റെ ബേസ് ആണ് തന്നിരിക്കുന്നത്. സോ ഇതും ഒരു ഫിക്സഡ് ഓർഡേർഡ് ബേസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ W1 ആണ് ഈ ബേസിസിലെ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നതെങ്കിൽ ത്രൂ ഔട്ട് ഈ പ്രൊസീജിയറിൽ W1 തന്നെ ആയിരിക്കണം ഈ ബേസിസിലെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത്. അതേപോലെ W2 ആണ് നിങ്ങൾ ഈ ബേസിസിൻ്റെ സെക്കൻഡ് എലമെൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നതെങ്കിൽ ത്രൂ ഔട്ട് ഈ പ്രൊസീജിയർ കഴിയുന്നിടം വരെ W2 ആയിരിക്കണം ഈ ബേസിസിലെ സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർഡർ പിന്നെ ചേഞ്ച് ചെയ്യരുത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അത് നിങ്ങൾക്ക് ഏത് ഓർഡർ വേണമെങ്കിലും നിങ്ങൾക്ക് ആദ്യം ഫിക്സ് ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ബേസിസിലെ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് W2 ചൂസ് ചെയ്യാം, സെക്കൻഡ് എലമെൻ്റ് ആയിട്ട് W3 ചൂസ് ചെയ്ത് എഴുതാം. പക്ഷേ പിന്നീടുള്ള പ്രൊസീജിയർ മുഴുവനായിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ W2 ആയിരിക്കണം ഇതിലെ ഫസ്റ്റ് എലമെൻറ്റ്, W3 ആയിരിക്കണം ഇതിലെ സെക്കൻഡ് എലമെൻറ്റ്. അപ്പോൾ ആ ഒരു കാര്യം, അപ്പോൾ അത് ഓർഡർ ഫിക്സ് ചെയ്തിരിക്കണം. അതാണ് ഫിക്സഡ് ഓർഡേർഡ് ബേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ റീസൺ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും, മുമ്പോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് രണ്ടിൻ്റെയും ഓർഡേർഡ് ബേസിസ് ആയിരിക്കണം കൺസിഡർ ചെയ്യേണ്ടത്, അല്ലെ ഫിക്സഡ് ഓർഡേർഡ് ബേസ് ആയിരിക്കണം രണ്ടിനും കൺസിഡർ ചെയ്യേണ്ടത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഓർഡർ എടുത്തു, ഞാനിങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ വെക്ടർ സ്പേസ് വിയുടെ ഫിക്സഡ് ഓർഡേർഡ് ബേസിസ്, അല്ലെ ഓർഡേർഡ് ബേസ് എന്ന് പറയുന്നത്. ഇതാണ് വെക്ടർ സ്പേസ് ഡബ്ല്യുവിൻ്റെ ഫിക്സഡ് ഓർഡേർഡ് ബേസ്. സോ അതിൻ്റെ ഓർഡർ ഞാൻ ഫിക്സ് ചെയ്തു. V1 ഈസ് ദ ഫസ്റ്റ് ബേസിസ് എലമെൻറ്റ്, ഹിയർ V2 ഈസ് ദ സെക്കൻഡ് ബേസ് എലമെൻറ്റ്, ഹിയർ Vm ഈസ് ദ mth ബേസ് എലമെൻറ്റ്, ഹിയർ W1 is the first base element, W2 is the second base element, etc. Wn is the nth base element of W. അപ്പോൾ ഓർഡർ ഞാൻ ഫിക്സ് ചെയ്തിരിക്കുകയാണ്, അപ്പോൾ അത് ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് V1, നമുക്കറിയാം എഫ് എന്ന് പറയുന്നത് V2W, വിയിൽ നിന്ന് വെക്ടർ സ്പേസ് വിയിൽ നിന്ന് വെക്ടർ സ്പേസ് ഡബ്ല്യൂക്കുള്ള ലീനിയർ മാപ്പിംഗ് ആണ് കൃത്യമായിട്ട് ആദ്യം പറയുന്നത്, ലീനിയർ മാപ്പിംഗ് ആണ്. ദെൻ അങ്ങനെയാണെങ്കിൽ V1, V2, etc. Vm എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് വിയുടെ ബേസിസ് എലമെൻ്റ് ആണ്. ദാറ്റ് ഈസ് V1, V2, etc. V1, V2, etc. Vm എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് വിയിലെ എലമെൻറ്റ് തന്നെയാണ്. ബേസ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ കളക്ഷൻ ആ സെറ്റിലെ ആ വെക്ടർ സ്പേസിലെ എലമെൻറ്റ്സ് തന്നെയാണ്. സോ V1, V2, etc. Vm എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് വിയിലെ എലമെൻറ്റ്സ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് V1ൻ്റെ ഇമേജ് എടുക്കുക, വെക്ടർ സ്പേസ് ബേസിസിലെ ഫസ്റ്റ് എലമെൻറ്റായി V1ൻ്റെ ഇമേജ് എടുക്കുക അണ്ടർ എഫ്, ദാറ്റ് ഈസ് എഫ് ഓഫ് V1. സോ എഫ് എന്ന് പറയുന്നത് V2W മാപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് V1 എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? ഡബ്ല്യൂവിലെ എലമെൻ്റ് ആയിരിക്കും, വെക്ടർ സ്പേസ് ഡബ്ല്യൂവിലെ എലമെൻ്റ് ആയിരിക്കും. നമുക്കറിയാം വെക്ടർ സ്പേസ് ഡബ്ല്യൂവിലെ ബേസിസ് നമുക്കറിയാം ഏതായിരുന്നു? W1, W2, etc. Wn എന്ന് പറയുന്നതാണ് വെക്ടർ സ്പേസ് ഡബ്ല്യൂവിൻ്റെ ബേസിസ്. ബേസിസ് ആണെന്ന് പറഞ്ഞാൽ ഡബ്ല്യൂവിൽ ഏത് എലമെൻറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും എനിക്ക് ആ എലമെൻറ്റിനെ ഈ ബേസിസ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. അതാണല്ലോ ബേസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡബ്ല്യൂവിൽ ഒരു എലമെൻ്റ് ആണ് ഏത്? എഫ് ഓഫ് V1 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ എഫ് ഓഫ് V1നെ എനിക്ക് ഈ ഡബ്ല്യൂവിൻ്റെ ബേസിസ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. അതാണ് ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നത്. സോ വി ക്യാൻ റൈറ്റ് എഫ് ഓഫ് V1 ഈസ് ഈക്വൽ ടു ലീനിയർ കോമ്പിനേഷൻ ഓഫ് W1, W2, etc. Wn. ദാറ്റ് ഈസ് വി റൈറ്റ് ഇറ്റ് ആസ് x11 W1 പ്ലസ് x12 W2 പ്ലസ് etc. x1n Wn. മനസ്സിലായല്ലോ? Here the scalars are x11, x12, etc. x1n are the scalars. Similarly, V2 എന്ന് പറയുന്നത് വെക്ടർ സ്പേസ് വിയിലെ ഒരു എലമെൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് V2 എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻ്റ് ആയിരിക്കും? ഡബ്ല്യൂവിലെ മറ്റൊരു എലമെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് V2 എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റിനെ എനിക്ക് ഡബ്ല്യൂവിൻ്റെ ബേസിസ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. ദാറ്റ് ഈസ് എഫ് ഓഫ് V2വിന് എനിക്ക് ഇതേപോലെ തന്നെ W1, W2, etc. Wnൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ റൈറ്റ് എഫ് ഓഫ് V2 ഈസ് ഈക്വൽ ടു x21 W1 പ്ലസ് x22 W2 പ്ലസ് etc. x2n Wn. സിമിലർ etc. എഫ് ഓഫ് Vm എന്ന് പറയുന്നതും ഇവിടുത്തെ എലമെൻ്റ് ആയിരിക്കും. Vm എന്ന് പറയുന്നതും ഡബ്ല്യൂവിലെ ഒരു എലമെൻ്റ് ആയിരിക്കും. സോ ഡബ്ല്യൂവിലെ എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എഫ് ഓഫ് Vmനെയും W1, W2, etc. Wnൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. സോ etc. എഫ് ഓഫ് Vm ഈസ് ഈക്വൽ ടു xm1 W1 പ്ലസ് xm2 W2 പ്ലസ് etc. xmn Wn. ക്ലിയർ ആണല്ലോ? ഇത്രയും പ്രോസസ്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ചെയ്തത് എഫ് ഫ്രം V2W ലീനിയർ മാപ്പിംഗ് ആണ്. വെക്ടർ സ്പേസ് വിയുടെ ഒരു ഓർഡേർഡ് ബേസ് എടുത്തു, വെക്ടർ സ്പേസ് ഡബ്ല്യുവിൻ്റെ ഒരു ഓർഡേർഡ് ബേസ് എടുത്തു, വെക്ടർ സ്പേസ് വിയിലെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഇമേജ് എടുത്തു, വെക്ടർ സ്പേസ് വിയുടെ ബേസിസിലെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഇമേജ് എടുത്തു എഫ് ഓഫ് V1. സോ എഫ് ഓഫ് V1 എന്ന് പറയുന്നത് ഡബ്ല്യു എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ എഫ് ഓഫ് V1നെ എനിക്ക് ഡബ്ല്യുവിൻ്റെ ബേസിസ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. സിമിലർലി എഫ് ഓഫ് V2 എടുക്കുമ്പോൾ അതിനെയും എനിക്ക് ഡബ്ല്യുവിൻ്റെ ബേസിസ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എക്സ്പ്രസ് ചെയ്യാം. സിമിലർലി എഫ് ഓഫ്
വി എം എടുക്കുമ്പോഴും അതിനെയും എനിക്ക് ഡബ്ല്യുവിലെ ബേസിസ് എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്കൊരു മെട്രിക്സ് ഫോം ചെയ്യാം. സോ ഫ്രം ദിസ് എബോവ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് വി ഗെറ്റ് ആൻ എം ബൈ എൻ മെട്രിക്സ്. ദറ്റ് ഈസ് അതിനെ നമുക്ക് ക്യാപിറ്റൽ എക്സ് എന്ന് വിളിക്കാം. ആ മെട്രിക്സ് ഫോം ചെയ്യുന്ന ഇങ്ങനെയാണ്. എഫ് ഓഫ് വി വൺ എന്ന് പറയുന്നത് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. എഫ് ഓഫ് വി വൺ എന്ന് പറയുന്നത് x11 w1 പ്ലസ് x12 w2 പ്ലസ് എക്സെട്ര x1n wn ആണ്. ഇവിടെ കറസ്പോണ്ടിങ് സ്കെയിലാർസ് അതായിരിക്കും എക്സ് എന്ന് പറയുന്ന മെട്രിക്സിലെ ഫസ്റ്റ് റോ എന്ന് പറയും. അതായത് എഫ് ഓഫ് വി വൺ എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾ എഴുതിയിട്ടുണ്ട്. എഫ് ഓഫ് വി വൺ എന്ന് പറയുന്നത് x11 w1 ആണ്. സോ x12 w2 പ്ലസ് എക്സെട്ര x1n wn. സോ w1ൻ്റെ കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ w1ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വന്നിരിക്കുന്ന സ്കെയിലാർ അതാണ് x11. ദെൻ w2വിൻ്റെ കറസ്പോണ്ടിങ് സ്കെയിലാർ x12. ദെൻ w3യുടെ കറസ്പോണ്ടിങ് സ്കെയിലാർ x13 എക്സെട്ര wnൻ്റെ കറസ്പോണ്ടിങ് സ്കെയിലാർ എന്ത് വരും x1n. അപ്പോൾ ഇതായിരിക്കും ഈ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ എന്ന് പറയും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സെക്കൻഡ് റോ ഇങ്ങനെ എഴുതാം. എഫ് ഓഫ് വി ടു കൺസിഡർ ചെയ്യുക. എഫ് ഓഫ് വി ടുവിനെ നമ്മൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് x21 w1 പ്ലസ് x22 w2 പ്ലസ് എക്സെട്ര x2n wn ആണ്. സോ കറസ്പോണ്ടിങ് സ്കെയിലാർസ് ചൂസ് ചെയ്യുക. അതായിരിക്കും സെക്കൻഡ് റോ. ദാറ്റ് ഈസ് x21 w2ൻ്റെ സ്കെയിലാർസ് x22 x23 എക്സെട്ര wn x2n സ്കെയിലാർസ് എടുക്കുക x2n. ഇതായിരിക്കും ആ മെട്രിക്സിൻ്റെ സെക്കൻഡ് റോ എന്ന് പറയും. സോ എക്സെട്ര ഇങ്ങനെ എഴുതി പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് റോ എഫ് ഓഫ് വി എം എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ xm1 w1 പ്ലസ് xm2 w2 പ്ലസ് എക്സെട്ര xmn wn ആണ്. സോ ഈ മെട്രിക്സിൻ്റെ ലാസ്റ്റ് റോ എന്ന് പറയുന്നത് വരും xm1 കറസ്പോണ്ടിങ് സ്കെയിലാർസ് xm2 xm3 എക്സെട്ര xmn. ഇതായിരിക്കും എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പം മെട്രിക്സ് ഫോം ചെയ്ത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക, എക്സ് ട്രാൻസ്പോസ്. ഓക്കെ, സോ വി ഗെറ്റ് ദ മെട്രിക്സ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു x11 small x12 etc x1n x21 second row x21 x22 etc x2n last row xm1 xm2 etc xmn. So that is an m by n matrix. Then take the transpose of x, that is x transpose. X transpose is equal to x11 x21, first row is x11 x21 etc xm1, then second row is x12 x22 etc xm2 transpose എടുത്തു. So etc last row is x1n x2n etc xmn. So that's an n by m matrix. ഒരു n by m matrix ആണ് നമുക്ക് ട്രാൻസ്പോസ് കിട്ടുന്നത്. n by m matrix ആയിരിക്കും. Okay, and this is transpose. This transpose x transpose is called matrix of f relative to the fixed ordered basis v1 v2 etc vm and set w1 w2 etc wn. And we denote this matrix by mat f. ഇപ്പോൾ നമ്മളിപ്പം എക്സ് ആദ്യം എഴുതി അതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു, എക്സ് ട്രാൻസ്പോസ് അത് എഴുതിയിട്ടുണ്ട്. ആ മെട്രിക്സിനെ നമ്മൾ വിളിക്കുന്നതാണ് ദിസ് മെട്രിക്സ്. ദിസ് എക്സ് ട്രാൻസ്പോസ് ഈസ് കോൾഡ് മെട്രിക്സ് ഓഫ് എഫ് റിലേറ്റീവ് ടു ദ ഫിക്സഡ് ഓർഡേർഡ് ബേസിസ് v1 v2 etc vm and set w1 w2 etc wn, and we denote this matrix by mat f. We denote it by mat f. That is matrix of f. That is, and നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് mat f, matrix of f. So x transpose is the matrix of the linear transformation f or linear mapping f relative to this fixed ordered basis. ഇപ്പോൾ ഒരു ലീനിയർ മാപ്പിംഗ് തന്നു കഴിഞ്ഞാൽ ആ ലീനിയർ മാപ്പിങ്ങിൻ്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ, ദാറ്റ് ഈസ് എക്സ് ട്രാൻസ്പോസ്, നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ മാറ്റ് എഫ് അല്ലെങ്കിൽ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് എഫ് അല്ലെങ്കിൽ മെട്രിക്സ് ഓഫ് എഫ് നമുക്ക് ഈ ഒരു ഫോം പ്രൊസീജിയറിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മെത്തേഡ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു ലീനിയർ മാപ്പിംഗ് നമുക്ക് വേണം. ഒരു വെക്ടർ സ്പേസിൽ മറ്റൊരു വെക്ടർ സ്പേസിലേക്ക് ഒരു ലീനിയർ മാപ്പിംഗ്. ദെൻ ആ വെക്ടർ സ്പേസുകളുടെ ഒരു ഓർഡേർഡ് ബേസിസ് കൺസിഡർ ചെയ്യണം, ഫിക്സഡ് ഓർഡേർഡ് ബേസിസ് കൺസിഡർ ചെയ്യണം. ദെൻ ആ ഓർഡേർഡ് ബേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജുകൾ എടുക്കുക. ഇമേജുകളെ ബേസിസിൻ്റെ സെക്കൻഡ് വെക്ടർ സ്പേസിലെ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യുക. ദെൻ അതിൽ നിന്ന് നമുക്കൊരു മെട്രിക്സ് ഫോം ചെയ്യാം. ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. മാറിപ്പോൾ ഓർത്തിരിക്കണം, അതിൻ്റെ ട്രാൻസ്പോസ് കൺസിഡർ ചെയ്യണം. എക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുക. ദെൻ ആ ട്രാൻസ്പോസ് എന്ന് പറയുന്നതായിരിക്കും മെട്രിക്സ് ഓഫ് എഫ് റിലേറ്റീവ് ടു ദ ഫിക്സഡ് ഓർഡേർഡ് ബേസിസ് എന്ന് പറയും. അതിനെ നമ്മൾ മാറ്റ് എഫ് എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. മാറ്റ് എഫ്, മെട്രിക്സ് ഓഫ് എഫ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോകാം. So consider
the mapping f from R3 to R2. We consider the mapping f from R3 to R2. Set of all 3 tuples of real numbers set of all 2 tuples of real numbers map defined by f of x y z equal to 2x minus 3y plus z comma 3x minus 2y. 3x minus 2y. This is mapping f of x y z is equal to 2x minus 3y plus z comma 3x minus 2y. Okay. അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യണം. ഇവിടെ വെരിഫൈ ചെയ്തിട്ടില്ല. ഇത് നിങ്ങൾ പഠിച്ചു വരുമ്പോൾ എക്സാമ്പിൾസ് പറയുമ്പോൾ അവിടെ ഇതൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്, വെരിഫൈ ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ അവിടെ വരെ ആയി കാണത്തില്ല. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ലെ ലീനിയർ മാപ്പിങ്ങിൻ്റെ കേസിൽ മാത്രമേ നമ്മൾ ഈ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഈ പറഞ്ഞ രീതിയിൽ എക്സ് ട്രാൻസ്പോസ് നമുക്ക് കണ്ടുപിടിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ തന്നിരിക്കുന്ന മാപ്പിംഗ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അത് ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ്, എങ്കിലും ജസ്റ്റ് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യണം. ക്ലിയർ ആണല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വെരിഫൈ ചെയ്യുന്നത്? അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഇവിടെ R3യിൽ 2 എലമെൻറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, സപ്പോസ് R3യിൽ ഒരു എലമെൻറ്റിനെ നമുക്ക് x1 എന്ന് പറയുന്ന, അല്ലെങ്കിൽ വി ചൂസ് ലെറ്റ് a, b ബിലോങ്സ് ടു R3. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എ പ്ലസ് ബി എന്താണെന്ന് കാണിക്കണം? എഫ് ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് ബി ആണെന്ന് കാണിക്കണം. അതേപോലെ തന്നെ എഫ് ഓഫ് ലാംഡ ഇൻറ്റു എ എന്ന് പറയുന്നത് ലാംഡ ഇൻറ്റു എഫ് ഓഫ് എ ആണെന്ന് കാണിക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യണം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യണം. സൈഡിലേക്ക് ഒന്ന് വെരിഫൈ ചെയ്ത് വെക്കുക. അപ്പോൾ ലീനിയർ ആണ്, ഈ മാപ്പിംഗ് ഒരു ലീനിയർ മാപ്പിംഗ് ആണ്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്നുള്ളത് ആദ്യം ഒന്ന് വെരിഫൈ ചെയ്യണം. ഇപ്പോൾ 2 എലമെൻറ്റ് R3യിൽ നിങ്ങൾ ചൂസ് ചെയ്യണം, എയും ബിയും. അപ്പോൾ R3യിൽ എലമെൻറ്റ് ആയതുകൊണ്ട് തന്നെ എയുടെ ഫോം എന്ന് പറയുന്നത്, സപ്പോസ് എ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാം? വി ക്യാൻ റൈറ്റ് എ ഈസ് ഈക്വൽ ടു x1 y1 z1 എന്നെടുക്കാം. ബി ഈസ് ഈക്വൽ ടു x2 y2 z2 എന്നെടുക്കാം. അപ്പോൾ ഇതാണ് എയും ബിയും നിങ്ങൾ എടുക്കുക. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എ പ്ലസ് ബി എന്ന് എഴുതി നോക്കുക. എഫ് ഓഫ് എ പ്ലസ് ബി എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് എഫ് ഓഫ് എ പ്ലസ് ബി എഴുതാൻ പറ്റും. സോ എഫ് ഓഫ് എ പ്ലസ് ബി നിങ്ങൾ എഴുതുമ്പോൾ അത് എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് ബി ആണോ വരുന്നത് നോക്കുക. ആദ്യം നിങ്ങൾ എഫ് ഓഫ് എ പ്ലസ് ബി എഴുതി നോക്കുക. അതിനുശേഷം എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് ബി എന്ന് എഴുതി നോക്കുക. ഇത് രണ്ടും സെയിം ആണോ ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ എഫ് ഓഫ് ലാംഡ എഴുതി നോക്കുക. ലാംഡ ഇൻറ്റു എഫ് ഓഫ് എയോട് സെയിം ആണോ ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ 2 കണ്ടീഷൻ നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യണം. സോ ഈ മാപ്പിംഗ് തന്നിരിക്കുന്ന മാപ്പിംഗ് ലീനിയർ ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യണം. ഇനി കിട്ടുന്നില്ല, സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഒരു ലീനിയർ മാപ്പിംഗ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വെരിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ടത്, അപ്പോൾ ലീനിയർ മാപ്പിംഗ് തന്നിട്ടുണ്ട് എഫ് ഫ്രം R3 to R2 ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ലീനിയർ മാപ്പിംഗ്. ഇനി നമുക്ക് വേണ്ടത് ഫൈൻഡ് മാറ്റഫ്. ക്വസ്റ്റ്യൻ പറയുന്നതാണ് ഫൈൻഡ് മാറ്റഫ് എന്ന് പറഞ്ഞാൽ മെട്രിക്സ് ഓഫ് എഫ് റിലേറ്റീവ് ടു ദ നാച്ചുറൽ ഓർഡേർഡ് ബേസ് ഓഫ് R3 ആൻഡ് R2. അപ്പോൾ കൃത്യമായിട്ട് ബേസ് ഏതാണെന്ന് കൃത്യമായിട്ട് പറയുന്നത് R3യുടെയും R2വിൻ്റെയും നാച്ചുറൽ ഓർഡേർഡ് ബേസിസ് വെച്ചുകൊണ്ടുള്ള മെട്രിക്സ് റെപ്രസെൻറ്റേഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മാറ്റഫ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ R3യുടെ നാച്ചുറൽ ഓർഡേർഡ് ബേസിസ്, അല്ലെങ്കിൽ നമ്മളതിന് കാനോനിക്കൽ ബേസിസ് എന്നും പറയും. R3യുടെ നാച്ചുറൽ ഓർഡേർഡ് ബേസിസ് ഏതായിരുന്നു? ദാറ്റ് ഈസ് 1 0 0 0 1 0 then 0 0 1. ഇതാണ് R3യുടെ നാച്ചുറൽ ഓർഡേർഡ് ബേസിസ്. ഓർഡേർഡ് ബേസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുമ്പോൾ 1 0 0 ഫിക്സ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ ബേസിസിലെ ഫസ്റ്റ് എലമെൻറ്റ് എപ്പോഴും എന്ത് തന്നെ ആയിരിക്കണം? 1 0 0 ആയിരിക്കണം. സെക്കൻഡ് എലമെൻറ്റ് എപ്പോഴും 0 1 0 ആയിരിക്കണം. തേർഡ് എലമെൻറ്റ് എപ്പോഴും 0 0 1 ആയിരിക്കും. അപ്പോൾ ഓർഡർ ഫിക്സ് ചെയ്യുക, അതാണ് ഓർഡേർഡ് ബേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നാച്ചുറൽ ബേസിസ് എന്ന് പറയുന്നത്. R3യുടെ നാച്ചുറൽ ബേസിസ് അല്ലെങ്കിൽ കാനോനിക്കൽ ബേസിസ് നമ്മൾ പറയും. അതേപോലെ തന്നെ R2വിൻ്റെ നാച്ചുറൽ ബേസിസ് അപ്പോൾ ഏതായിരിക്കും? നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം ഏതായിരിക്കും? 1 0 0 1 ആയിരിക്കും. അപ്പോൾ ഇവിടെയും ഓർഡർ ഫിക്സ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ രണ്ടിടത്തും ഓർഡർ ഫിക്സ് ചെയ്തുകൊണ്ടുള്ള ബേസിസ് ആണ് കൺസിഡർ. സോ ദീസ് ആർ ദ 2 നാച്ചുറൽ ഓർഡേർഡ് ബേസ് ഓഫ് R3 ആൻഡ് R2 റെസ്പെക്റ്റീവ്ലി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് വെച്ചാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന മാറ്റഫ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ എഫ് എന്ന് പറയുന്ന R3യിൽ നിന്നും R2വിലേക്കുള്ള ലീനിയർ മാപ്പിംഗ് ആണ്. അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയർ അനുസരിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം R3യിലെ ബേസിസ് എടുക്കുക അല്ലേ? R3യിലെ ബേസിസ് നമുക്കറിയാം. ഇതാണ് R3യുടെ ബേസിസ് അല്ലേ? ഫസ്റ്റ് വെക്ടർ സ്പേസ് ആയ R3യുടെ ബേസിസ് എടുക്കുക. സോ അതിലെ ഫസ്റ്റ് എലമെൻറ്റ് ഓർഡർ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് 1 0 0 തന്നെ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. സോ ഫസ്റ്റ് എലമെൻറ്റ് 1 0 0 1 0 0 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് അണ്ടർ എഫ് ആണ് ആദ്യം എടുക്കുന്നത് അല്ലേ? എഫ് ഓഫ് V1 നമ്മൾ പ്രൊസീജിയർ നിങ്ങൾ നോക്കണം. ഇവിടെ നമ്മൾ ഫസ്റ്റ് ബേസിസ് എടുത്തു,
വെക്റ്റർ സ്പേസ് വിയിലെ വെക്റ്റർ സ്പേസ് വിയുടെ ഫസ്റ്റ് വെക്റ്റർ സ്പേസ് ആയ വെക്റ്റർ സ്പേസ് വിയുടെ ബേസിസ് എടുത്തു. അതിലെ ഫസ്റ്റ് ബേസ് എലമെൻറ്റ് ഫിക്സഡ് ഓർഡർ ബേസിൽ ഫസ്റ്റ് ബേസ് എലമെൻറ്റ് v1 എടുത്തു, അതിൻ്റെ ഇമേജ് എടുത്തു എഫ് ഓഫ് v1. ദെൻ എഫ് ഓഫ് v1നെ സെക്കൻഡ് വെക്റ്റർ സ്പേസ് ആയ ഡബ്ല്യുവിൻ്റെ ബേസിസ് എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്തു. അതേപോലെ തന്നെ എഫ് ഓഫ് v2 എടുക്കുക, അവിടെയും അതിൽ ലീനിയർ കോമ്പിനേഷൻ എക്സ്പ്രസ് ചെയ്യുക, എക്സെട്ര വി എം എടുക്കുക, എഫ് ഓഫ് വി എം എടുക്കുക, അതിനെയും ഈ ബേസിസ് എലമെൻറ്റ്സ് ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രൊസീജിയർ പോയത്. അപ്പോൾ ഇവിടെ അതേപോലെ ഇപ്പോൾ ഫസ്റ്റ് ബേസ് എലമെൻറ്റായ ഫസ്റ്റ് വെക്റ്റർ സ്പേസ് ആയ R3യുടെ ബേസ് എടുത്തു, അതിലെ ഫസ്റ്റ് ബേസ് എലമെൻറ്റ് 100 ആണ്, അതിൻ്റെ ഇമേജ് എടുക്കുക അണ്ടർ എഫ്. സോ വി കൺസിഡർ എഫ് ഓഫ് 100. എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ എഫ് ഓഫ് 100 എന്ത് വരും? എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 0, ഇസഡ് ഈക്വൽ ടു 0. സോ എഫ് ഓഫ് 100 ബിക്കം എന്ത് വരും? ബൈ ദിസ് ഡെഫിനിഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 1, ഇസഡ് ഈക്വൽ ടു 0. സോ വി ഗെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു -3, എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 1. സോ -3 -2 എന്ന് കിട്ടും. ശരിയാണല്ലോ? എഫ് ഓഫ് 100 ഈസ് 100 അല്ലേ? So we consider x equal to 1, y equal to 0, z equal to 0. x equal to 1, y equal to 0, z equal to 0. So x equal to 1 വരുമ്പോൾ എന്ത് വരും? 2, y equal to 0, z equal to 0. So 2, 3 എന്ന് കിട്ടും. 2, 3. So f of 100 is 2, 3. Similarly, അടുത്ത ബേസ് എലമെൻറ്റ് ഇപ്പോൾ R3യുടെ ഫസ്റ്റ് ബേസ് എലമെൻറ്റ് എടുത്തു, അടുത്ത ബേസ് എലമെൻറ്റ് R3യുടെ സെക്കൻഡ് ബേസ് എലമെൻറ്റ് ഏതാണ്? 0, 1, 0. സോ അതിൻ്റെ ഇമേജ് എടുക്കുക എഫ് ഓഫ് 0, 1, 0. ഡിഫൈൻ ചെയ്തിരിക്കുന്നുണ്ട് എഫ് ഓഫ് 0, 1, 0 എന്ത് വരും? എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 1, ഇസഡ് ഈക്വൽ ടു 0. സോ എഫ് ഓഫ് 0, 1, 0 ബിക്കം -3, -2 എന്ന് കിട്ടും അല്ലേ? ശരിയല്ലേ? -3, -2 എന്ന് കിട്ടും. ഇനി R3യുടെ അടുത്ത ബേസ് എലമെൻറ്റ് ഏതാണ്? 0, 0, 1. അതിൻ്റെ ഇമേജ് എടുക്കുക. ദറ്റ് ഈസ് എഫ് ഓഫ് 0, 0, 1. എഫ് ഓഫ് 0, 0, 1. എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0, ഇസഡ് ഈക്വൽ ടു 1. സോ എന്ത് വരും? 1, 0 എന്ന് കിട്ടും. ശരിയല്ലേ? എഫ് ഓഫ് 0, 0, 1 ഈസ് 1, 0. അപ്പോൾ നമ്മൾ R3യുടെ ബേസിസ് എടുത്തു, അതിലെ ഓരോ ബേസ് എലമെൻറ്റിൻ്റെയും ഇമേജ് നമ്മൾ കൺസിഡർ ചെയ്തു അണ്ടർ എഫ്. എഫ് ഓഫ് 100 കിട്ടി, ദറ്റ് ഈസ് 2, 3. എഫ് ഓഫ് 0, 1, 0 എഴുതി, ദറ്റ് ഈസ് -3, -2. എഫ് ഓഫ് 0, 0, 1 എഴുതി, ദറ്റ് ഈസ് 1, 0 എന്ന് കിട്ടി. ഇനി നമ്മുടെ അടുത്ത പ്രോസസ്സ് എന്തായിരുന്നു? അടുത്ത പ്രൊസീജിയർ എടുത്ത് നോക്കുക. എഫ് ഓഫ് v1 എഴുതി, ആ എഫ് ഓഫ് v1 നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്തു? സെക്കൻഡ് വെക്റ്റർ സ്പേസ് ആയി. ഇവിടുത്തെ സെക്കൻഡ് വെക്റ്റർ സ്പേസ് ഏതാ? സെക്കൻഡ് വെക്റ്റർ സ്പേസ് എന്ന് പറയുന്നത് R2 ആണ്. അപ്പം എഫ് ഓഫ് 100 നമുക്ക് കിട്ടി 2, 3 എന്ന് പറയുന്നത്. സോ 2, 3യെ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്തു? 2, 3യെ R2വിൻ്റെ ബേസിസ് എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം അല്ലേ? പ്രൊസീജിയർ നിങ്ങളൊന്നും എടുത്ത് നോക്കുക, പ്രോസസ് ഒന്നും എടുത്ത് നോക്കുക. സോ 2, 3യെ R2വിൻ്റെ ബേസ് എലമെൻസിന്, ഇവിടെ R2വിന് ബേസ് തന്നിരിക്കുന്ന ഏതാണ്? R2വിന് ബേസ് ആയി നാച്ചുറൽ ഓർഡേഡ് ബേസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് R2വിന് ബേസ് എന്ന് പറയുന്നത് സെറ്റ് 1, 0, 0, 1 ആണ് അല്ലേ? 2 tuple 1, 0, 0, 1 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എഫ് ഓഫ് 100 എന്ന് പറയുന്ന 2, 3 നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ 2, 3യെ R2വിൻ്റെ ബേസിസ് ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. 2, 3യെ 1, 0യുടെയും 0, 1ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. സോ 2, 3യെ നമുക്ക് എളുപ്പത്തിൽ എഴുതാം. 2, 3 എങ്ങനെ എഴുതാം? 2 × 1, 0 + 3 × 0, 1 എന്ന് എഴുതാം. പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം. 2 × 1, 0 + 3 × 0, 1 എന്ന് എഴുതാം. അതേപോലെ തന്നെ അടുത്തായിട്ട് എഫ് ഓഫ് 0, 1, 0 അത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് -3, -2. -3, -2നെയും എങ്ങനെ എഴുതുക? 1, 0യുടെയും 0, 1ൻ്റെയും ലീനിയർ കോമ്പിനേഷൻ എക്സ്പ്രസ് ചെയ്യുക. അതെങ്ങനെ എഴുതാം? -3 × 1, 0 + -2 × 0, 1 എന്ന് എഴുതാം. -2 × 0, 1 ശരിയാണല്ലോ? അടുത്തായിട്ട് എഫ് ഓഫ് 0, 0, 1 അത് നമുക്ക് 1, 0 കിട്ടിയിട്ടുണ്ട്. 1, 0നെയും 1, 0യുടെയും 0, 1ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. അതെങ്ങനെ എഴുതാം? 1 × 1, 0 പ്ലസ് സെക്കൻഡ് സ്കെയിലർ എങ്ങനെ ചൂസ് ചെയ്താൽ മതി? 0 × 0, 1 എഴുതാം. ശരിയല്ലേ? 1 × 1, 0 + 0 × 0, 1 ചൂസ് ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻസ് വേണമെങ്കിൽ ഒന്നുകൂടെ മാറ്റി എഴുതാം. ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്തത്, അതായത് എഫ് ഓഫ് 100 എന്ന് പറയുന്നതിനെ നമ്മൾ എങ്ങനെ എഴുതിയിട്ടുണ്ട്? 2 × 1, 0 + 3 × 0, 1 എന്ന് എഴുതി. then f of 0, 1, 0 second f of 0, 1, 0 എങ്ങനെ എഴുതി? -3 × 1, 0 plus -2 × 0, 1 എന്ന് എഴുതി. then last f of 0, 0, 1 നെ എങ്ങനെ എഴുതി? 1 × 1, 0 plus 0 × 0, 1 എന്ന് എഴുതി. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇത്രയും കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഇനി നമ്മുടെ മെട്രിക്സ് ഫോം ചെയ്യണം. എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ എങ്ങനെ ഫോം ചെയ്തു?
എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ ആദ്യം ഫോം ചെയ്ത് ഫസ്റ്റ് ഇക്വേഷൻ എടുത്തു, F100 എടുത്തു. അവിടെ കറസ്പോണ്ടിങ് സ്കെയിലാർസ് 10യുടെ കറസ്പോണ്ടിങ് സ്കെയിലാർ 10ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വന്നിരിക്കുന്നത് 2, ദെൻ 01ൻ്റെ കറസ്പോണ്ടിങ് സ്കെയിലാർ 3. അപ്പോൾ ഇതായിരിക്കും ഈ മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ എന്ന് പറയും. ദെൻ സെക്കൻഡ് ഇക്വേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ 10യുടെ കറസ്പോണ്ടിങ് സ്കെയിലാർ -3, 201ൻ്റെ കറസ്പോണ്ടിങ് സ്കെയിലാർ -2. അപ്പോൾ ഇതായിരിക്കും ഈ മെട്രിക്സിൻ്റെ സെക്കൻഡ് റോ എന്ന് പറയും. ദെൻ തേർഡ് ഇക്വേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ 10യുടെ കറസ്പോണ്ടിങ് സ്കെയിലാർ 1, 01ൻ്റെ കറസ്പോണ്ടിങ് സ്കെയിലാർ 0. അപ്പോൾ നമുക്ക് എക്സ് ഫോം ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഓർഡേഡ് ബേസ് എന്തുകൊണ്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മറ്റൊരു ഓർഡറിലാണ് ബേസ് എലമെൻറ്റ്സിൻ്റെ ഓർഡർ മറ്റൊന്നാണ് നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ കിട്ടുന്ന മെട്രിക്സ് മാറിയേനെ മറ്റൊരു മെട്രിക്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇപ്പോൾ നിങ്ങൾ 100യെ ആ ബേസിസിലെ സെക്കൻഡ് എലമെൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുക, 010 ബേസിൻ്റെ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് ചൂസ് ചെയ്താണ് നിങ്ങൾ ഇതേ ഈ പ്രോസസ്സ് റിപ്പീറ്റ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ കിട്ടുന്നത് മെട്രിക്സ് മാറി മറ്റൊരു മെട്രിക്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. സംശയമുള്ളത് നിങ്ങൾക്ക് ആ രീതിയിൽ ചെയ്ത് നോക്കാം, ഒരു ഓർഡർ ചേഞ്ച് ചെയ്തതിന് ശേഷം. ഇതേപോലെ തന്നെ 1001ൽ 01നെ ഫസ്റ്റ് ബേസ് എലമെൻ്റ് ആയിട്ട് 10 സെക്കൻഡ് ബേസ് എലമെൻ്റ് ആയിട്ട് നിങ്ങളെടുത്ത് ഈ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്ത് നിങ്ങൾ ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ മെട്രിക്സ് എന്ന് പറയുന്നത് മറ്റൊരു മെട്രിക്സ് ആയിരിക്കും വരിക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ മെട്രിക്സ് യുണീക്ക് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഓർഡർ കൃത്യമായിട്ട് ആദ്യം തന്നെ ഫിക്സ് ചെയ്യുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കും. ദെൻ നമുക്ക് ആയില്ല, കംപ്ലീറ്റ് ആയില്ല. ഇതിന് ട്രാൻസ്പോസ് ആണ് നമുക്ക് വേണ്ടത്, എക്സ് ട്രാൻസ്പോസ്. സോ എക്സ് ട്രാൻസ്പോസ് എന്ത് വരും? 2 -3 1 3 -2 0. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ മാറ്റ് എഫ് അല്ലെങ്കിൽ മെട്രിക്സ് ഓഫ് എഫ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ മാറ്റ് എഫ് ഈസ് 2 -3 1 3 -2 0. ഇറ്റ്സ് എ 2/3 matrix. 2/3 matrix. So mat f is this matrix. Okay. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. എഫ് എന്ന് പറയുന്നത് R3യിൽ നിന്നും R2ലേക്കുള്ളൊരു മാപ്പിംഗ് ആണ്. R3 എന്ന് പറയുന്നത് 3 ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്, R2 എന്ന് പറയുന്നത് 2 ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. അപ്പോൾ ഒരു 3 ഡയമെൻഷണൽ വെക്ടർ സ്പേസിൽ നിന്നും ഒരു 2 ഡയമെൻഷണൽ വെക്ടർ സ്പേസിലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ്, ലീനിയർ മാപ്പിംഗ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ മാറ്റ് എഫ് മെട്രിക്സ് ഓഫ് എഫ് നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2/3 ആയിരിക്കും, തിരിച്ചായിരിക്കും വരിക. 2/3 ആയിരിക്കും. 3 ഡയമെൻഷനിൽ നിന്ന് 2 ഡയമെൻഷനിലേക്കുള്ള ലീനിയർ മാപ്പിംഗ് ആണെങ്കിൽ അതിൻ്റെ മാറ്റ് എഫ് എടുക്കുമ്പോൾ ആ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2/3 ആയിരിക്കും. അല്ലെങ്കിൽ ഒരു m ഡയമെൻഷണൽ വെക്ടർ സ്പേസിൽ നിന്ന് ഒരു n ഡയമെൻഷണൽ വെക്ടർ സ്പേസിലേക്കുള്ള ലീനിയർ മാപ്പിംഗ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മാറ്റ് എഫ് നിങ്ങൾ എഴുതുമ്പോൾ ആ മാറ്റ് എഫ് എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ n/m ഓർഡറുള്ള മെട്രിക്സ് ആയിരിക്കും നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടുക, മാറ്റ് എഫ് എന്ന് പറയുന്നത്. അത് ആ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് മറ്റൊരു സ്ലീവ്. Fine. For the differentiation operator d from R3 of x to R3 of x നമുക്ക് പെട്ടെന്ന് ചെയ്യാം. R3 of x ൽ നിന്നും R3 of x ലേക്കുള്ള ഒരു ഡിഫറൻസിയേഷൻ ഓപ്പറേറ്റർ കൺസിഡർ ചെയ്യും. ഡിഫറൻസിയേഷൻ ഓപ്പറേറ്ററും ലീനിയർ മാപ്പിങ്ങിൻ്റെ എക്സാമ്പിളാണ്, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എക്സാമ്പിളാണ്. ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ പറയുന്നൊരു എക്സാമ്പിളാണ് ഡിഫറൻസിയേഷൻ ഓപ്പറേറ്റർ, ഡിഫറൻസിയേഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. കാരണം ഇതെങ്ങനെ മാപ്പ് ചെയ്യുക? R3 of x എന്ന് പറയുന്നത് എന്തായിരുന്നു? സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി അറ്റ് മോസ്റ്റ് 3 ഓർ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അപ്പോൾ അതിൽ നിന്നും അതിലേക്ക് തന്നെയുള്ള മാപ്പിംഗ് ആണ് എന്ന് പറയുന്നത്. ഇവിടെ സപ്പോസ് R3 of x ഒരു പോളിനോമിയൽ ഞാൻ എടുക്കുകയാണ്. വി കൺസിഡർ എ പോളിനോമിയൽ x³ + x² + x + 1. സോ R3 of x ഒരു പോളിനോമിയലാണ്, x³ + x² + x + 1. അങ്ങനെയാണെങ്കിൽ അണ്ടർ ഡി ഇതിൻ്റെ ഇമേജ് എന്തായിരിക്കും? ജസ്റ്റ് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് അണ്ടർ ദിസ് മാപ്പിംഗ് ഡി. ദറ്റ് ഈസ് 3x² + 2x + 1. അപ്പോൾ ഇതായിരിക്കും ഡി ഓഫ് ഇമേജ് ഓഫ് ദിസ് എലമെൻറ്റ് എന്ന് പറയുന്നത്. R3യിൽ ഒരു എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അണ്ടർ ഡി ഡിഫറൻസിയേഷൻ ആണ്, അതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവിലേക്കായിരിക്കും മാപ്പ് ചെയ്യുക. ഇമേജ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് ഒരു ലീനിയർ മാപ്പിങ്ങിന് എക്സാമ്പിൾ തന്നെ. ഡിഫറൻസിയേഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നതും ഒരു ലീനിയർ മാപ്പിങ്ങിന് എക്സാമ്പിളാണ്. നിങ്ങൾക്ക് ജസ്റ്റ് വെരിഫൈ ചെയ്യാം. R3 of x ഒരു എലമെൻറ്റ് ചൂസ് ചെയ്യാം, 2 എലമെൻറ്റ് ചൂസ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് എന്ത് കാണിക്കണം? R3 of x 2 എലമെൻറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡി ഓഫ് a + b എന്ന് പറയുന്നത് ഡി ഓഫ് a + d of b എന്നും ഡി ഓഫ് ലാംഡ a എന്ന് പറയുന്നത് ലാംഡ ഇൻറ്റു ഡി ഓഫ് a ആണെന്ന് കാണിക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ വെരിഫൈ ചെയ്യാം. 2 എലമെൻറ്റ് ചൂസ് ചെയ്യുക. അപ്പോൾ R3 of x ആയതുകൊണ്ട് തന്നെ എലമെൻറ്റിൻ്റെ ഫോം എന്ന് പറയുന്നത് സം ax³ + bx² + cx + 1 ഫോം ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള 2 എലമെൻറ്റ് എയും ബിയും ചൂസ് ചെയ്യാം. ദെൻ ഡി ഓഫ് a + b എന്താണെന്ന് എഴുതി നോക്കുക. അതേപോലെ ഡി ഓഫ് ലാംഡ ഇൻറ്റു a എന്താണെന്ന് എഴുതി നോക്കുക. സോ അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യുക. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വെരിഫൈ ചെയ്ത് നോക്കുക. ഓക്കെ, അത് മുമ്പോട്ട് വരുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണ്.
ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്കിതിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ആണല്ലോ മാറ്റഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ലീനിയർ മാപ്പിംഗ് തന്നിട്ടുണ്ട് R3 നിന്നും R3 ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് തന്നിരിക്കുന്നത്. ഫൈൻഡ് മാറ്റഫ് റിലേറ്റീവ് ടു ദ നാച്ചുറൽ ഓർഡേർഡ് ബേസ് ഓഫ് R3 സെയിം വെക്ടർ സ്പേസിൽ അതിലേക്ക് തന്നെയുള്ള മാപ്പിംഗ് ആണ്. അപ്പോൾ നാച്ചുറൽ ഓർഡേർഡ് ബേസ് ഓഫ് R3 കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാറ്റഫ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബേസിസ് ഏതാണെന്ന് കൃത്യമായിട്ട് പറയണം. കാരണം ബേസിസ് മാറുന്നതനുസരിച്ച് നമുക്ക് ഈ മെട്രിക്സ് മാറിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ ആ പ്രോസസ്സിൽ നിന്ന് ക്ലിയർ ആണ്. കാരണം ഒരു വെക്ടർ സ്പേസിൽ ഒന്നിൽ കൂടുതൽ ബേസ് ഉണ്ടെന്ന് നമുക്കറിയാം, നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ ഈ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ പറയുന്നത് ഏത് ബേസിസ് വെച്ചുകൊണ്ടാണ്, ആ വെക്ടർ സ്പേസിൻ്റെ ഏത് ബേസിസ് വെച്ചുകൊണ്ടാണെന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. ഓക്കെ, സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന R3 നാച്ചുറൽ ഓർഡേർഡ് ബേസ് ആണ്. R3 നാച്ചുറൽ ഓർഡേർഡ് ബേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ് 1 x x² x³. അപ്പോൾ ഇതാണ് R3 നാച്ചുറൽ ഓർഡേർഡ് ബേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. R2 നാച്ചുറൽ ഓർഡേർഡ് ബേസ് ആയിരുന്നെങ്കിൽ ഏതായിരുന്നു 1 x x². ഇതാണ് R2 നാച്ചുറൽ ഓർഡേർഡ് ബേസ് കൊണ്ട്, അല്ലെങ്കിൽ കാനോനിക്കൽ ബേസ് എന്നും പറയും. നാച്ചുറൽ ബേസ് അല്ലെങ്കിൽ കാനോനിക്കൽ ബേസ് എന്നും പറയും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് R3 നാച്ചുറൽ ഓർഡേർഡ് ബേസ്. അപ്പോൾ നാച്ചുറൽ ഓർഡേർഡ് ബേസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മളിവിടെ ഓർഡർ ഫിക്സ് ചെയ്തു എന്നുള്ള മീനിങ് ആണ്. ഫസ്റ്റ് വെക്ടർ ആയിട്ട് 1 ചൂസ് ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് വെക്ടർ x ആയിട്ട് തന്നെയാണ്, തേർഡ് വെക്ടർ x², ലാസ്റ്റ് ഫോർത്ത് ആയിട്ട് x³ ഫിക്സ് ചെയ്തിരിക്കുക. അപ്പോൾ ഫിക്സ് ചെയ്തു, അതാണ് ഓർഡേർഡ് ബേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അപ്പോൾ സെയിം R3 നിന്നും R3 തന്നെയാണ്. സോ രണ്ടിടത്തും ഇതേ ബേസ് തന്നെയാണ്. സോ ഫസ്റ്റ് R3 ബേസിസ് വെക്ടർ എന്ന് പറഞ്ഞാൽ 1 x x². അപ്പോൾ അതിലെ ഫസ്റ്റ് എലമെൻറ്റ് ഏതാണ്? 1 ആണ്. അപ്പോൾ അതിൻ്റെ ഇമേജ് എടുക്കുക അണ്ടർ D. സോ D of 1 എന്ന് പറഞ്ഞാൽ എന്താ? ഡെറിവേറ്റീവിലേക്ക്. അപ്പോൾ 1ൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 0 ആയി. അപ്പോൾ ആ 0 നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം? ഈ ബേസിസ് R3 നിന്നും R3 തന്നെയാണ്. അപ്പോൾ രണ്ടിടത്തും സെയിം ബേസ് തന്നെ കൺസിഡർ. സോ 0 നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം? ഈ ബേസിസ് എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട്, അതായത് 1ൻ്റെയും x-ൻ്റെയും x²ൻ്റെയും x³ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം. സോ എന്ത് വരും? എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 0 is equal to 0 into 1 plus 0 into x plus 0 into x² plus 0 into x³ എന്ന് എഴുതാം. ശരിയല്ലേ? അതേപോലെ തന്നെ അടുത്ത ബേസ് എലമെൻറ്റ് ഏതാ? x. അപ്പോൾ അതിൻ്റെ ഇമേജ് എടുക്കുക D of x എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് x എന്താ വരിക? 1. ഈ 1നെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം 1ൻ്റെയും x-ൻ്റെയും x²ൻ്റെയും x³ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം 1നെ. സോ എങ്ങനെ എഴുതാം? 1 is equal to 1 into 1 plus 0 into x plus 0 into x² plus 0 into x³ എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഞാൻ അടുത്ത ബേസ് എലമെൻറ്റ് ഇതിൽ x², അതിൻ്റെ ഇമേജ് D of x², അതെന്തായിരുന്നു? 2x ഡെറിവേറ്റീവ് അല്ലേ? 2xനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 1ൻ്റെയും x-ൻ്റെയും x²ൻ്റെയും x³ ലീനിയർ കോമ്പിനേഷൻ എക്സ്പ്രസ് ചെയ്യാം. സോ എന്ത് വരും? 2x is equal to 0 into 1 plus 2 into x plus 0 into x² plus 0 into x³ എന്ന് എടുക്കാമല്ലോ. ഓക്കെ, ദെൻ അടുത്ത ബേസ് എലമെൻറ്റ് x³ അല്ലേ? സോ ഡെറിവേറ്റീവ് ഓഫ് x³ D of x³ എന്ത് വരും? 3x². 3x² എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? 1ൻ്റെയും x-ൻ്റെയും x²ൻ്റെയും x³ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. സോ 3x² എങ്ങനെ എഴുതാം? 0 into 1 plus 0 into x plus 3 into x² plus 0 into x³ എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഇനി മാറ്റഫ് പെട്ടെന്ന് പറയാം. അപ്പോൾ മാറ്റഫ് എങ്ങനെ എഴുതാനി? അപ്പോൾ നമ്മൾ ബേസ് എലമെൻറ്റ്സിൻ്റെ ഇമേജ് എടുത്തു, അതിനെ ബേസിസ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്തു. സോ മാറ്റഫിന് ഡയറക്റ്റ് നമുക്ക് മാറ്റഫ് എഴുതാമല്ലോ, അല്ലെങ്കിൽ വേണം നിങ്ങൾക്ക് ഒരു മെട്രിക്സ് ഒന്നുകൂടെ എഴുതി പറയാം. മെട്രിക്സ് എഴുതുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുക. ഫസ്റ്റ് ഇക്വേഷൻ ഇതായിരുന്നു അല്ലേ? അപ്പോൾ അതിൽ 1ൻ്റെ കറസ്പോണ്ടിങ് സ്കെയിലാർ ഏതായിരുന്നു? 0. ദെൻ x-ൻ്റെ കറസ്പോണ്ടിങ് സ്കെയിലാർ വീണ്ടും 0. ദെൻ x² സ്കെയിലാർ 0, x³ സ്കെയിലാർ 0. സോ ഫസ്റ്റ് റോ എന്ത് വരും? 0 0 0. ദെൻ സെക്കൻഡ് ഇക്വേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ 1ൻ്റെ സ്കെയിലാർ 0, x-ൻ്റെ സ്കെയിലാർ 2, x² സ്കെയിലാർ 0, x³ സ്കെയിലാർ 0. സെക്കൻഡ് റോ അപ്പോൾ എന്ത് വരും? 0 2 0 0. തേർഡ് ഇക്വേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ 1ൻ്റെ സ്കെയിലാർ 0, x-ൻ്റെ സ്കെയിലാർ 0, x² സ്കെയിലാർ 3, x³ സ്കെയിലാർ 0. സോ തേർഡ് റോ എന്ത് വരും? നമ്മളൊരു റോ വിട്ടുപോയല്ലേ, സോറി. സെക്കൻഡ് റോ ഇതല്ലായിരുന്നു അല്ലേ? സെക്കൻഡ് റോ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ മാറും. ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 0 0 0 0. സെക്കൻഡ് റോ എടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ അല്ലേ? ഞാൻ ഇക്വേഷൻ പറഞ്ഞ് മാറിപ്പോയി. സെക്കൻഡ് ഇക്വേഷൻ 1ൻ്റെ സ്കെയിലാർ 1, x-ൻ്റെ സ്കെയിലാർ 0, x² സ്കെയിലാർ 0, x³ സ്കെയിലാർ 0. സെക്കൻഡ് റോ എങ്ങനെ വരിക? സെക്കൻഡ് റോ ഇതല്ല. സെക്കൻഡ് റോ എന്തായിരുന്നു? 1 0 0 0. തേർഡ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ഇക്വേഷൻ അല്ലേ? അപ്പോൾ അവിടെ സ്കെയിലാർ 1ൻ്റെ സ്കെയിലാർ 0, x-ൻ്റെ സ്കെയിലാർ 2, x² സ്കെയിലാർ 0, x³ സ്കെയിലാർ 0. അപ്പോൾ തേർഡ് റോ എന്ത് വരും? 0 2 0 0. ദെൻ
ഫോർത്ത് ഇക്വേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ 1ൻ്റെ സ്കെയിലാർ 0, എക്സിൻ്റെ സ്കെയിലാർ 0, എക്സ് സ്ക്വയറിൻ്റെ സ്കെയിലാർ 3, എക്സ് ക്യൂബിൻ്റെ സ്കെയിലാർ 0. അപ്പോൾ ഫോർത്ത് റോ എന്ത് വരും? 0 0 3 0. അപ്പോൾ ഇതായിരിക്കും എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്. നമുക്ക് ഇതെല്ലാം വേണ്ട, ഈ മെട്രിക്സ് എല്ലാം നമുക്ക് വേണ്ടത് ഇതിൻ്റെ ട്രാൻസ്പോസ് ആണ്. സോ എക്സ് ട്രാൻസ്പോസ് എന്ത് വരും? സോ എക്സ് ട്രാൻസ്പോസ് ഈസ് 0 0 1 0 0. Second row 0 0 2 0. Third row 0 0 0 3. Last row is 0 0 0 0. ഇതായിരിക്കും ദിസ് ഈസ് മാറ്റ് എഫ്. ഇതായിരിക്കും മെട്രിക്സ് ഓഫ് എഫ് എന്ന് പറയുന്നത് റിലേറ്റീവ് ടു ദ നാച്ചുറൽ ഓർഡേർഡ് ബേസ് ഓഫ് R3 ഓഫ് എക്സ്. ഇറ്റ്സ് എ 4x4 മെട്രിക്സ്. കാരണം ഇവിടെ 4 ഡയമെൻഷനിലും 4 ഡയമെൻഷനിലേക്ക് R3 ഓഫ് എക്സിൻ്റെ ഡയമെൻഷൻ 4 അല്ലേ, 4 ബേസ് എലമെൻറ്റ്സ് ഉള്ളത് 1x x square x cube. സോ R3 ഓഫ് എക്സ് 4 ഡയമെൻഷനിലും 4 ഡയമെൻഷനിലേക്കാണ്. അതുകൊണ്ട് തന്നെ മാറ്റ് ഓഫിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 4x4 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ദിസ് ഇസ് ദ മാറ്റ് എഫ്. അപ്പോൾ ഇതിന് ട്രാൻസ്പോസ് എടുക്കാൻ മറന്നു പോകരുത് എഴുതുമ്പോൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊന്ന് എഴുതാൻ നോക്കുക. അതായത് വി കൺസിഡർ ദ ഡിഫറൻസിയേഷൻ മാപ്പിംഗ് ഫ്രം R3 of x to we consider R3 of x to R2 of x. R3 of x ൽ നിന്നും R2 of x ലേക്കുള്ള ഒരു ഡിഫറൻസിയേഷൻ മാപ്പിംഗ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത് ലീനിയർ മാപ്പിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് ജസ്റ്റ് വെരിഫൈ ചെയ്യാം. ദെൻ അവിടെ R3 of എക്സിൻ്റെ നാച്ചുറൽ ഓർഡേർഡ് ബേസിനും R2 of എക്സിൻ്റെ നാച്ചുറൽ ഓർഡേർഡ് ബേസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാറ്റ് എഫ് എന്തായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. മാറ്റ് എഫ്, മെട്രിക്സ് ഓഫ് എഫ് എന്തായിരിക്കും? ഇവിടെ മെട്രിക്സ് ഓഫ് ഡി, മാറ്റ് എഫ് അല്ല, ഇവിടെ മെട്രിക്സ് ഓഫ് എഫ് അല്ല, മാറ്റ് എഫ്. എഫ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഡി ആണ്. അപ്പോൾ മാറ്റ് ഡി എന്തായിരിക്കും? ഇവിടെ മാറ്റ് ഡി എന്തായിരിക്കും? ലീനിയർ, ഈ കറസ്പോണ്ടിങ് ലീനിയർ മാപ്പിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ എന്തായിരിക്കും എന്ന് ഈ ഒരു കേസ് ജസ്റ്റ് നിങ്ങളൊന്ന് എഴുതി നോക്കുക. അപ്പോൾ ഇതായിരിക്കും ഇന്നത്തെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയും. അപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതുക. ഓക്കെ.